ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ. ഞാൻ എൻ്റെ സ്വയം വോയിസ് കൊടുത്ത് ചെയ്തതാണ്. എൻ്റെ വോയിസ് വല്ലാണ്ട് അടഞ്ഞു പോകുന്നുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഇത് ഏറ്റവും രാവിലെ ഞാൻ എണീച്ചപ്പാടെടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രഷൊക്കെ ആവണം. ആദ്യമുള്ള ഒരു പണി എന്ന് പറയുന്നത് ചായം കടിയാക്കണം, അവർക്ക് കൊടുക്കണം. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയാണ്. ആ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ തന്നെ എല്ലാ വീഡിയോ എടുക്കണം. ഞാൻ പറഞ്ഞിട്ടില്ല, ഫോണിൻ്റെ സ്റ്റാൻഡില്ലായ്മയുണ്ട്. അതുപോലെ ഗോപൂസാണ് വീഡിയോസൊക്കെ എടുത്തിരുന്നത്. അപ്പം ഇപ്പോൾ അവരെ നമുക്ക് കിട്ടാറില്ല. ഇനി ഇന്നുവിനെ ഒരുക്കി കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഗോപൂസും സാധും വന്ന് പൂക്കളം കാണാൻ. ഇപ്രാവശ്യത്തെ പൂക്കളം അങ്ങനെ വൃത്തിക്കിടാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ഒന്നിനോട് താല്പര്യം ഉണ്ടായിട്ട്, തൊട്ടടുത്തൊരു മരണം കൂടി സംഭവിച്ചുകൊണ്ട് അങ്ങനെ ഒന്നിനും താല്പര്യം ഉണ്ടായിട്ടില്ല. പൂക്കളമൊക്കെ ഒന്ന് ഒതുക്കി ഇങ്ങനെ വെച്ചതേയില്ലോ. അപ്പോൾ ഇതും ഞാൻ എൻ്റെ വോയിസ് ഇടുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാവും. കറികൾ ഓരോന്നായിട്ട് അങ്ങനെ ആക്കുന്നതാണ്. അപ്പോൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ക്യാമറ ഒരു കയ്യിൽ പിടിക്കണം, പിന്നെ തീയോട് അങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്, പൊള്ളിയെ. പിന്നെ അപ്പം ആ റിസ്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ക്യാമറ വെക്കേണ്ട സ്റ്റാൻഡ്, അതായത് ഫോൺ സ്റ്റാൻഡ്, എൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഫോൺ ക്യാമറ തന്നെയാണ്. സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് സെറ്റപ്പ് ആക്കാം. ഇപ്പം എൻ്റെ പായസം, പാലട പായസമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കൂട്ടുകറി അവിയലൊക്കെ ആയി. ഇത് 2 തരം അച്ചാറുണ്ട്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഇത് ഞാനിപ്പോൾ രാവിലെ ഉണ്ടാക്കിയ നല്ല പുളിയിഞ്ചിയാണ് കേട്ടോ. ഇഞ്ചൻ പുളി എന്ന് പറയും, ഓരോ സ്ഥലത്ത് ഓരോന്ന് പറയും. ഇത് മേടിച്ച അച്ചാറാണ് കേട്ടോ. പിന്നെ കൂട്ടുകറി അവിയൽ, സദ്യ കൊണ്ടുമ്പോൾ എല്ലാം കാണിച്ചുതരാം. പിന്നെ ദേശേട്ടന് മീൻ പിടിക്കാൻ പോയിട്ട് അപ്പോൾ വലിയ മീൻ കിട്ടുന്നത് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് ചിക്കനും മീനൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഓണത്തിന്. പക്ഷേ എല്ലാ കറികളും ഉണ്ടാക്കും. അങ്ങനെ സദ്യയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഓടിപ്പോയി കുളിച്ച് സദ്യയൊക്കെ വിളമ്പി ആ സമയത്ത് എടുത്തൊരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ ഇത്. എൻ്റെ നീവൂട്ടൻ നല്ലോണം ഹെൽപ്പ് ചെയ്ത് എല്ലാം വിളമ്പാൻ വേണ്ടി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സദ്യ. എനിക്കൊരു വാശിയാട്ടോ എല്ലാ കറികളും ഉണ്ടാക്കണമെന്ന്. പച്ചടി കിച്ചടി എല്ലാം ഉണ്ട്. അവിയൽ, കൂട്ടുകറി, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഉണ്ട്, നല്ല പാലട പ്രഥമനാണ്, ഇഞ്ചമ്പുളി ഉണ്ട്, അച്ചാർ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതാട്ടം പിടിച്ച് വന്ന മീനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വൃത്തിക്ക് വിളമ്പി എല്ലാവരും ഒരുമിച്ച് തിരുവോണ ദിനത്തിൽ തിന്നുമ്പോൾ അത് വേറൊരു സന്തോഷമുള്ള ഒരു വൈബാണല്ലേ. ആ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ ചെറിയൊരു അപാകത കണ്ടത്, ചോറിന് ഇച്ചിരി വേവ് കൂടിനോ എന്നൊരു സംശയമാണ്. അത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് അധികം വെന്ത ചോറ് ഇഷ്ടമല്ല. അപ്പോൾ എല്ലാ കറികളിൽ നിന്നും കുറച്ച് എടുത്ത് അത് കുഴച്ച് അങ്ങനെ തിന്നണം. ഇവർക്കൊന്നും നിലത്ത് ഇങ്ങനെ തറയിലിരുന്ന് ഒന്നെങ്കിൽ പ്ലേറ്റ് വേണം, അത് കയ്യിൽ പിടിച്ച് തിന്നാനും ഇഷ്ടമല്ല. അത് ഈ ഇലയിൽ വെച്ച് തിന്നാൻ അവർക്കൊരു ഏലില്ല. അതാണ് ദേശേട്ടനും ഇവയെല്ലാം അങ്ങനെ. ഞാനും ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് നേരെ ഇവർക്കെല്ലാം വിശന്നുകൊണ്ട് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ എത്തിയതാണ്. ഏകദേശം ഒരു 2 മണിക്കുള്ളിൽ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ സെറ്റ് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയിന്. അപ്പം ഞാൻ ആ ഭക്ഷണത്തിൻ്റെ ഒപ്പരം തന്നെ ചോറിൻ്റെ ഒപ്പരം കൂട്ടി കുഴച്ചിനി നമ്മുടെ കായവറവ്. ഇത് ഒക്കെ പായസം വേണം ഇങ്ങനെയാണ് യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പായസവും പപ്പടവും കൂട്ടി ഇങ്ങനെ കുഴച്ച് തിന്നുന്നത്. അപ്പം നമ്മളെ ചാനലിൽ കാണിക്കാമേ എന്ന് പറഞ്ഞിട്ടാണ് അവളേക്ക് അഭിപ്രായം കാണിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഒരുങ്ങി കേട്ടോ. ഏട്ടൻ്റെ മോളെ കല്യാണമുള്ളതുകൊണ്ട് ഓണാഘോഷം ഗംഭീരാക്കാൻ പറ്റിയിട്ടില്ല. സദ്യയൊക്കെ നല്ല അടിപൊളിയാക്കിന്. പുതിയ ഡ്രസ്സൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഒരു ബ്ലൗസ് അടിച്ച് വെച്ചിട്ട് ഞാൻ ആദ്യം സെറ്റ് സാരിയിൽ എടുത്തിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. കാരണം ഈ സദ്യയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആകെ ടയേർഡായി പോകും. ഞാൻ ഒറ്റക്കാണ് എല്ലാം ചെയ്യല് കേട്ടോ. ദേശേട്ടൻ ഹെൽപ്പ് എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ കൊണ്ടുതരും, അങ്ങനെ സഹായിക്കാൻ നിൽക്കില്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഇഷ്ടം. വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് നടക്കില്ല. അപ്പം രാവിലെ തന്നെ ഇവക്ക് വെക്കാൻ വേണ്ടി ഇച്ചിരി പൂ വാങ്ങിച്ചിട്ട് എനിക്ക് പൂവിനോട് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇങ്ങനെ ചെയ്ത് കിട്ടി. അങ്ങനെ എല്ലാം ഒതുക്കി പറക്കി വെച്ച് കഴിഞ്ഞ് നേരെ ഏട്ടൻ്റെ അടുത്ത് പോയിട്ടിരുന്നു. അപ്പോൾ ഗോപവും സാധും എല്ലാവരും കൂടി നിഹയെല്ലാം കൂടി ആടുന്ന ഏട്ടൻ്റെ വണ്ടിയിലുള്ളിന്ന് മുഖംമൂടിയിട്ട് കളിക്കുന്നുണ്ടെന്ന് അവർ. ഞാൻ ക്യാമറ പിടിച്ചത് കണ്ടു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇത് രാത്രിക്ക് മുല്ലപ്പൂ ചൂടിയതൊന്നും ഒട്ടും വാടിയിട്ടില്ല, നല്ല മണമാണ്. ഈ മുല്ലപ്പൂൻ്റെ മണം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓരോന്നായിട്ട് ഓടിയിരുന്നു നമ്മുടെ തെയ്യോത്സവത്തിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ അതൊരു കാലം. ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ, സീ യു.